രാഹുൽ ഈശ്വർ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണല്ലോ ഈ കേസിൽ വരുന്നത്. അപ്പോൾ സർക്കാരിന്റെ ഒരു പ്രിവിലേജ് മുകേഷിന് കിട്ടുമെന്നുള്ള ഒരു ഫീലിംഗ് എന്തായാലും പൊതുസമൂഹത്തിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, അതൊരു വലിയ കാര്യം തന്നെയാണ്. ആദ്യം തന്നെ നിയമപരമായി തിരുത്തട്ടെ. ശ്രീ മുകേഷിനെതിരെ വന്നത് റെവലേഷൻ അല്ല, അലിഗേഷൻ മാത്രമാണ്. ആ അലിഗേഷൻ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. കേരളത്തിൽ ബുദ്ധിയും ബോധവും ഉള്ളവർക്കെല്ലാം പല ആൾക്കാർക്കെതിരെ ഈ സോകോൾഡ് വ്യാജ അലിഗേഷനും വ്യാജ പരാതി ഉന്നയിച്ച സ്ത്രീ, അവരുടെ ക്രെഡിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ശ്രീ മുകേഷിനെതിരെ വന്നത് റെവലേഷൻ അല്ല, അലിഗേഷൻ മാത്രമാണ്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വന്നതും വെറും അലിഗേഷൻ മാത്രമാണ്. അത് സിനിമാ കഥ പോലെ ഇരിക്കുന്നു. വീണ പറഞ്ഞപ്പം കേട്ടില്ലേ? തിരിച്ചു കേൾക്കൂ. ഈ കാണുന്ന എല്ലാ പുരുഷന്മാരെ ശത്രുപക്ഷത്തൊന്നും നിർത്തണ്ട. ഈ വിഷയത്തിൽ വിശ്വപൗരനായ ശ്രീ ശശി തരൂർ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ പറഞ്ഞ എന്താ? മറുപടി പറയട്ടെ, അതിന്റെ മറുപടി പറഞ്ഞോട്ടെ, മറുപടി പറയട്ടെ വീണ, ആ മറുപടി കേൾക്കൂ. അല്ല രാഹുൽ, ഈ കാര്യത്തിൽ ഈ മുകേഷ് ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണോ ആ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ സർക്കാരിന് കീഴിലുള്ള പോലീസ് തന്നെ അന്വേഷിച്ച് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കിയിരിക്കുകയാണ്, കുറ്റപത്രം നൽകിയിരിക്കുകയാണ്. പോലീസിന് പോലും ഇക്കാര്യത്തിൽ മുകേഷിനെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. തെളിവുകൾ ഹാജരാക്കിയിരിക്കുകയാണ്. കുറ്റപത്രം നൽകിയ ഒരു വ്യക്തി, ആ വ്യക്തി നേരിടേണ്ടത് വിചാരണയാണ്. വിചാരണ സമയത്ത് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാരാണല്ലോ. ആ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് മുകേഷ് അവിടെ ഇരിക്കുകയാണ്. അതിലെ കാര്യമാണ് ചോദ്യം ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു കാര്യം, നിയമപരമായിട്ട് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല, അതെല്ലാവരും സമ്മതിക്കുന്നതാണ്. പക്ഷെ അവിടെ ധാർമ്മികത എന്നൊരു പ്രശ്നമുണ്ട്. അതിപ്പോൾ പുരുഷൻ സ്ത്രീ വിഷയമല്ല ഇക്കാര്യത്തിൽ. അല്ലല്ല, പുരുഷൻ സ്ത്രീ വിഷയം കൂടിയാണ്. കൃത്യമായ മറുപടി പറയാം. വിശ്വപൗരനായ ശ്രീ ശശി തരൂർ വ്യക്തമായി തന്നെ ഈ വിഷയം ഉയർന്നപ്പോ, ശശി തരൂർ എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ലോകം ആദരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ശ്രീ മുകേഷ് ഒരു കാരണവശാലും രാജിവെക്കേണ്ട ആവശ്യമില്ല. 3 മാസം കഴിഞ്ഞ് കേസില്ലെന്ന് പോലീസ് പറഞ്ഞാലോ കോടതി പറഞ്ഞാലോ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കും? നിയമത്തിന്റെയും നീതിയുടെയും വഴിക്ക് പോകണം. കോടതി ഉത്തരവ് വരികയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കട്ടെ. ശ്രീ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രിയും എംപിയുമാണ്, അദ്ദേഹം BJP കാരനാണ്. ശശി തരൂർ സാർ കോൺഗ്രസ്സുകാരനാണ്. ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് എന്താ? എന്തിനാ മുകേഷ് രാജിവെക്കുന്നത്? ഏതെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്ന് അഡ്വേഴ്സ് പരാമർശം ഉണ്ടായോ? അപ്പോ വെറും ബ്ലാക്ക് മെയിലിന് വേണ്ടി തന്നെ കൊടുക്കാൻ ശ്രമിച്ചതാണെന്ന് ശ്രീ മുകേഷ് പറഞ്ഞ വ്യക്തമായി തന്നെ ശ്രീ മുകേഷ് ചൂണ്ടിക്കാണിച്ച കുറെ കാര്യങ്ങളുണ്ട്. ശ്രീ മറുഭാഗത്തെ പരാതിക്കാരി, ആ പരാതിക്കാരി ന്യൂസ് 18 ചാനൽ ചർച്ചയിൽ എന്റെ കൂടെ ഇരുന്നപ്പോൾ അവർക്കെതിരെ വന്ന പോക്സോ കേസിൽ ആ പെൺകുട്ടിയുടെ പേര് വരെ വെളിപ്പെടുത്തിയ വ്യക്തിയാണ്. 2 വർഷം അകത്തിടാൻ പറ്റുന്ന കുറ്റം ടിവിയിൽ ലൈവായിട്ട് ചെയ്ത് പോലീസ് പല കേസുകളിലും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി ഈ പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് പല കേസുകളും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുറ്റപത്രം നൽകിയിരിക്കുകയാണ് പോലീസ്. കുറ്റപത്രത്തിൽ പോലീസ് എന്ത് കണ്ടെത്തിയെന്നാ പറയുന്നത്? പോലീസ് കുറ്റപത്രം നൽകിയില്ല, എന്നാലും തെളിവ് കണ്ടെത്തിയതുകൊണ്ടാണല്ലോ കുറ്റപത്രം നൽകുന്നത്. അല്ല, ഇവർ തമ്മിൽ പരസ്പരം വാട്സാപ്പിൽ കോണ്ടാക്ട് ഉണ്ട്. ഈ സ്ത്രീ പലർക്കും ഉമ്മ അയച്ചു, ഹാർട്ട് അയച്ചു, 20,000 രൂപ ചോദിച്ചു, 1 ലക്ഷം രൂപ ചോദിച്ചു, പലതവണ മുകേഷിനോട് അവസരം ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഇവരെ മുകേഷ് റേപ്പ് ചെയ്തു എന്നാണോ? പോലീസിന് വേണമെങ്കിൽ രക്ഷിക്കാമായിരുന്നുവല്ലോ മുകേഷിനെ. രക്ഷിക്കില്ല. കാര്യം പോലീസുകാരല്ല. കാര്യമുണ്ട്. അല്ലല്ല, മുകേഷ് പറഞ്ഞ കാര്യം ഇവർ എന്നോട് കാശ് പിടുങ്ങുവാനും അവസരങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് എന്നായിരുന്നുവല്ലോ. പക്ഷെ പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, പോലീസിന് എവിടെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വേണമെങ്കിൽ അനുവദിക്കുന്നില്ല. വരി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിഷയത്തിൽ ശ്രീ മുകേഷിന് കേരളീയ സമൂഹം മുഴുവൻ പിന്തുണ കൊടുക്കേണ്ടത് ഓരോ പുരുഷന്റെയും ഓരോ മനുഷ്യന്റെയും ആവശ്യമാണ്. ഒരു ഭരണകക്ഷി MLA-ക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്ക് നീതി കിട്ടുമോ? അതായത് എൽദോസ് കുന്നപ്പള്ളിക്കാകട്ടെ ശ്രീ മുകേഷിനാകട്ടെ ഇവർക്കടക്കം നീതി കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന് നീതി കിട്ടുമോ? പോലീസുകാരടക്കം പ്ലേയിങ് സേഫ് ആണ്, പ്ലേയിങ് ടു ദി ഗാലറിയാണ്. കോടതിയുടെ അഡ്വേഴ്സ് പരാമർശം, കോടതി മുകേഷ് രാജിവെക്കണമെന്നോ മുകേഷ് കുറ്റക്കാരനാണെന്നോ പറയുകയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. അതുവരെ ശ്രീ മുകേഷിന് മാറി നിൽക്കാനുള്ള ഒരു നിയമപരമായ ബാധ്യതയുമില്ല. പ്രത്യേകിച്ച് ഇത്രയും വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീയുടെ പരാതിയിൽ കൂടി പലർക്കെതിരെ ഇടതുപക്ഷ വരാം. ശ്രീ